ഹലോ എല്ലാവർക്കും ജാമീസ് വേരിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കിടുക്കാച്ചി കുൽഫിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഇവിടെ ഞാൻ 3 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നോർമൽ പാലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഇവിടെ പുറം നാട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഫുൾ ഫാറ്റ് തന്നെ വാങ്ങിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തൊട്ട് മുതൽ നമ്മൾ ഇതുപോലെ ഒന്ന് തവി വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ അടിയിലേക്ക് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. കരിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാല് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതായിപ്പോവും. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. ഇതിന് കുൽഫിയുടെ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ കളർ ചേർക്കാം. അല്ലെങ്കിൽ കുങ്കുമപ്പൂവില്ലേ, അത് ചേർത്താലും മതിയാകും. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യണ മധുരത്തിൻ്റെ അളവിനേക്കാളും കുറച്ചും കൂടെ മുന്തിയ അളവിൽ വേണം നമ്മൾ ഈ കുൽഫിക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാനായിട്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചസാരയും പാലുമാണ്. അപ്പോൾ പഞ്ചസാര കുറച്ച് മുന്തിയ അളവിൽ ചേർക്കണം. കാരണം കുൽഫിയുടെ മെയിൻ എന്ന് പറയുന്നത് മധുരമാണ്. അപ്പോൾ ഇതിൽ മധുരത്തിൻ്റെ ടേസ്റ്റ് വേണം മുന്തി നിൽക്കാനായിട്ട്. ഇനി നമുക്ക് ഏലക്ക ചേർക്കാം. ഞാനിവിടെ 7 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഇട്ട് നല്ല പൗഡറാക്കി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. നല്ല പൗഡറാക്കി അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ഏലക്കയുടെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കുൽഫിയിൽ കിട്ടും. ഇനി നമുക്ക് ഈ പൗഡർ ചേർക്കാം. ഇതെന്ന് പറഞ്ഞാൽ 7 അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ 7 പിസ്തയും കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിനെയും കൂടെ ചേർക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. പാലും പഞ്ചസാരയും മാത്രം മതി ഇപ്പോൾ നമ്മുടെ കുൽഫി തയ്യാറാക്കാൻ. പക്ഷേ ഇതിന് അഡീഷണലായിട്ട് ടേസ്റ്റ് നൽകുന്നതാണ് ഇപ്പോൾ ഞാനിട്ട ഏലക്ക, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം, ബദാം ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി നമ്മുടെ പാല് നന്നായിട്ട് വറ്റി വരും വരെ ഇതിന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. കുറച്ച് നേരം നിന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മെല്ലെ മെല്ലെ നമ്മുടെ പാലിൻ്റെ നിറം യെല്ലോയിഷ് കളറായിട്ട് വരും. ഇവിടെ 10 മിനിറ്റായിട്ട് ഞാൻ പാലിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തിക്നെസ്സും ഉണ്ട്. പിന്നെ ഒരു യെല്ലോയിഷ് കളറും വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ എടുത്ത് വെച്ച കോൺഫ്ലവറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്ത അതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ചേർക്കാം. ഇത് പാലിലേക്ക് ഒഴിച്ചതിന് ശേഷം നിർത്താതെ ഒന്ന് വഴറ്റി കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് നമ്മുടെ പാലൊന്ന് തിക്കായി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു 5 മിനിറ്റിൻ്റെ അകത്ത് തന്നെ പാല് നല്ല തിക്കാവും. അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കുൽഫിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുത്ത് വരും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂട് നന്നായിട്ടൊന്ന് ആറി വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഇതുപോലെ കുൽഫി മോൾഡിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിലോ എന്തിലായാലും നമുക്കിതുപോലെ ഒഴിച്ച് നമ്മുടെ ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിതിനെ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ച് ഫ്രീസറിനുള്ളിലേക്ക് 8 മണിക്കൂറോളം വെക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കുൽഫി കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി വരാനായിട്ട് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് ഇളകി വരും കേട്ടോ. ഇത് നമ്മൾ പുറത്ത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.